ഒരു മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നൊരു NRI ആണോ നിങ്ങൾ? അതല്ല എങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി പുതുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു NRI ആണ്. ഇത് രണ്ടായാലും ഇത് വാങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പുതുക്കുന്നതിന് മുമ്പോ ഈ ഒരു ടിപ്സ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. NRIs ഒരു ഏജൻറ്റിൻ്റെ അടുത്തോ ബാങ്കിലോ സമീപിക്കുമ്പോൾ NRI ആണല്ലോ എന്ന് വെച്ചിട്ട് തന്നെ ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ വലിയൊരു പ്രീമിയം ആയിരിക്കും അവർക്ക് അടിച്ചേൽപ്പിക്കുന്നത്. വളരെ ചെറിയ പ്രീമിയത്തിൽ തന്നെ വലിയ കവർ കിട്ടുന്ന പോളിസികളുണ്ട്, ടോപ്പപ്പ് പോളിസികളുണ്ട്. ഇതിനെക്കുറിച്ച് പലപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല. ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട്. നമ്പർ 1, വാട്ട് ഈസ് ദ എസെൻഷ്യൽ ക്വാളിറ്റി മൈ health insurance policy should have? What are the things to avoid? Number 1. Number 2, what are the things to consider? How much cover I should have when I select health insurance policy? What special cover I should add? എത്ര എമൗണ്ടിൻ്റെ കവറാണ് എനിക്ക് വേണ്ടത്? കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? മറ്റുള്ള ചെക്ക് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് പുതിയതായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഇനി അതല്ല, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോളിസി പുതുക്കാനുള്ള സമയം അടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡേഷന് വേണ്ടി ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാധാരണഗതിയിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ നിങ്ങൾക്ക് ഒരു 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ 45 വയസ്സുള്ള ഒരാളാണെങ്കിൽ 20,000 രൂപയോ 26,000 രൂപയോ നിങ്ങൾക്ക് കൊടുത്താൽ പോളിസി എടുക്കുക. ഇപ്പോൾ 20,000 രൂപ മതിയോ? നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിന് 10 ലക്ഷം രൂപയുടെ കവർ എടുക്കാം. പക്ഷേ ഈ 10 ലക്ഷം രൂപയുടെ കവർ നിങ്ങൾക്ക് മതിയാവില്ല. കാരണം ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിനെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ വെച്ച് മീറ്റ് ചെയ്തു. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, 3 മാസം ഞാൻ കൊച്ചിയിൽ ആസ്റ്റർ മെഡ്സിറ്റിയിൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. 38 ലക്ഷം രൂപയായിരുന്നു. അദ്ദേഹം 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ് എടുത്തിരുന്നത്. ഈ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ട് 38 ലക്ഷം രൂപയായി. ഈ 10 ലക്ഷം രൂപയുടെ ഒരു കവറും വെച്ചിട്ട് നമുക്കത് വലിയൊരു കവറാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ അത് വിഡ്ഢിത്തരമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ ലെസൺ ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളോടും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ബേസിക്കലി നമ്മൾക്കൊരു 10 ലക്ഷം രൂപയുടെ പോളിസി ആവശ്യമുള്ളൂ. പക്ഷേ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ട് നമ്മൾ അതുമേൽ മാത്രം നിൽക്കരുത്. 10 ലക്ഷം രൂപയുടെ പോളിസിക്ക് നിങ്ങൾക്ക് 20 21 രൂപ ആവുന്നു എങ്കിൽ അതിന് ശേഷം എടുക്കുന്ന അതിന് മോഡലുള്ള ഒരു പോളിസിയുണ്ട്. അതിന് നമ്മൾ പറയുന്ന ടോപ്പപ്പ് പോളിസി എന്നാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ബേസ് പോളിസി is 10 lakh. ടോപ്പപ്പ് പോളിസി യു ക്യാൻ ഗെറ്റ് അപ് ടു 90 lakhs. അപ്പോൾ ഈ 90 lakhsനോ 50 lakhsനോ നിങ്ങൾക്ക് ചിലവാകുന്നത് 2,300 3,000 രൂപയാവുള്ളൂ. പലപ്പോഴും പല NRIസും ഇത് മനസ്സിലാക്കുന്നില്ല. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ ബാങ്ക് മാനേജേഴ്സോ അല്ലെങ്കിൽ പോളിസി ബസാർ പോലുള്ള ഇൻ്റർമീഡിയറീസ് പറയുന്നത് NRI ആണല്ലോ എന്ന് വെച്ചിട്ട് ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപയുടെ പോളിസിയാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യാത്ത ആ പോളിസി പീരീഡിലേക്ക് ഉള്ള പ്രീമിയം നമ്മളൊരു 40 50 60 രൂപ കൊടുക്കുന്ന NRIസ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ബേസ് പോളിസി നിങ്ങൾ 10 ലക്ഷം രൂപ എടുക്കുക, അതിന് ടോപ്പപ്പിൽ നിങ്ങൾ 90 ലക്ഷം രൂപ എടുക്കുക. അപ്പോൾ നിങ്ങൾ വലിയ പ്രീമിയമാണ് ഇനി റിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുക. വലിയ പ്രീമിയത്തിൽ നിന്ന് നിങ്ങൾ താഴെ വന്നിട്ട് ബേസ് പ്രീമിയം 10ലേക്ക് വരിക. 10ലേക്ക് വന്നതിന് ശേഷം ഇതേപോലെ ടോപ്പപ്പ് എടുക്കുക. ഫ്രം വെയർ യു ഷുഡ് പർച്ചേസ് എ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? ഷുഡ് ഐ പർച്ചേസ് ഫ്രം ബാങ്ക്? ഷുഡ് ഐ പർച്ചേസ് ഫ്രം ആൻ ഏജൻറ്റ്? ഓർ ഷുഡ് ഐ പർച്ചേസ് ഇറ്റ് ഫ്രം online intermediaries? This is very important. You have to carefully listen to this. കാരണം നിങ്ങൾ എടുക്കുന്നത് ഒരു തേർഡ് പാർട്ടി ഇൻ്റർമീഡിയറീസിൽ നിന്നാണെങ്കിൽ, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദ ഇൻ്റർമീഡിയറീസ്, അത്തരത്തിലുള്ള ഒരു ഇൻ്റർമീഡിയറീസിൽ നിന്നാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു പോളിസി ഹോൾഡർ ക്രിട്ടിക്കലായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ICUയിൽ കിടക്കുകയാണ്. ഡോക്ടറോ അല്ല ഹോസ്പിറ്റൽ അതോറിറ്റീസോ അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് പറയുന്നു, ഈ പോളിസിയിൽ ഡോക്യുമെൻ്റ് വേണം, ഇന്നത് വേണം, അത് ഇൻഷുറൻസ് സബ്മിറ്റ് ചെയ്യാൻ. നമ്മൾ പലപ്പോഴും ഈ ഇൻ്റർമീഡിയറീസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും 16 അക്കങ്ങളുള്ള കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ. നമ്മൾക്ക് ഓൾറെഡി നമ്മളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഭാര്യയോ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ക്രിട്ടിക്കലായിട്ട് കൊണ്ടു നടക്കുകയാണ്. നമുക്ക് 16 നമ്പർ കുത്തി കളിക്കാനുള്ള നേരമില്ല അവിടെ. ഈ 16 നമ്പർ കുത്തുമ്പോൾ മിക്കവാറും അവിടെ നല്ലൊരു ഡിസ്കോ ഡാൻസിൻ്റെ പാട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ 1 നിൽക്കൂ, ഇംഗ്ലീഷ് സംസാരിക്കാൻ 2 നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള സമയം വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾക്കറിയാവുന്ന വളരെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഏജൻറ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് ബൈ യുവർ ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രം ആൻ ഏജൻറ്റ്. ഓർ പ്ലീസ് ബൈ എ ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രം ആൻ എക്സ്പേർട്ട്. When I was in an airport, client's wife called and she had a big bad news to tell me.
അവിടെ വിത്തിൻ സെക്കൻഡ് 12 മണിയുടെ അടുത്താണെന്ന് വിചാരിക്കണം, വിത്തിൻ സെക്കൻഡ് വി കുഡ് അഡ്രസ് ദാറ്റ് ഇഷ്യൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ക്ലയൻറ്റിന് വീണ്ടും വീണ്ടും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് മിക്കവാറും ഏജൻറ്റിൻ്റെ അടുത്ത് ചെയ്യുക. നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് തിങ് യു ഹാവ് ടു ബിയർ ഇൻ യുവർ മൈൻഡ് ഈസ് ദാറ്റ് ഷുഡ് ഐ പർച്ചേസ് ഇറ്റ് ഫ്രം എ ബാങ്ക്. ബാങ്ക് നിങ്ങൾക്ക് തരുന്നൊരു പോളിസി കോർപ്പറേറ്റ് പോളിസിയാണ്, അവരുടെ ബാങ്ക് ഡീൽ ചെയ്യുന്ന പോളിസിയാണ്. ആ പോളിസി നാളെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ അത് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ നാളെ ബാങ്കിൻ്റെയും പ്രോബ്ലം ഇത് തന്നെയാണ്. നമ്മളൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ നമ്മൾക്ക് ബാങ്ക് മാനേജറെ വിളിച്ച് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവാം. അപ്പോൾ പലപ്പോഴും ഇത് കേൾക്കുന്ന പല ആൾക്കാരും പറയും അവർക്ക് റിലേഷൻഷിപ്പ് മാനേജറുണ്ട്. റിലേഷൻഷിപ്പ് മാനേജർ ഡസ് നോട്ട് ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് അൻ ഇൻഡിപെൻഡൻറ്റ് കസ്റ്റമർ ലൈക്ക് യു. അപ്പോൾ അവിടെയും നമ്മളുടെ അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ടെലിഫോൺ നമ്പർ പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വേറൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. ബാങ്കിൽ നിന്ന് എടുത്താൽ പലപ്പോഴും നിങ്ങൾക്കത് സാധിക്കാതെ പോകും. മറ്റൊരു പോയിൻ്റ്, നമ്മളുടെ വീട്ടിൽ മക്കളോ വൈഫോ ഒരു ക്യാരിയിങ് ടൈമിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ മെറ്റേണിറ്റി കവർ കിട്ടുന്ന പോളിസികൾ അവൈലബിളാണ്. ഗർഭിണിയാവുന്ന കാലം തുടങ്ങിയിട്ട് അവർക്ക് മെറ്റേണിറ്റി കവർ 1 lakh rupees കിട്ടുന്ന ഒരു പോളിസി അവൈലബിളാണ്. പലപ്പോഴും പല ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ആ കവർ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. നമുക്ക് അങ്ങനെ ഒരു ഫാമിലിയിൽ അങ്ങനത്തെ ഒരു മെമ്പറിനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ഒരു ആഡ് ഓൺ കവർ കൊടുത്തു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി, സ്ട്രോക്ക്, ഹാർട്ട് വാൽവ് ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻ വന്നാൽ ഒരു നിശ്ചിത എമൗണ്ട് 25 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയോ ക്യാഷായിട്ട് നിങ്ങളുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്ന പോളിസികൾ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോളിസി എടുക്കുമ്പോൾ ചെറിയൊരു പ്രീമിയം കൂടി കൊടുത്താൽ അതും കൂടി കവേർഡ് ആവും. 90% ആൾക്കാർക്ക് ഇത് അറിയില്ല. നമ്മൾ ഏത് കമ്പനി സെലക്ട് ചെയ്യുക, ഒരു NRI എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്താണെന്ന് നോക്കുക. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്താണെന്നും കൂടി പറഞ്ഞു തരാം. 100 പോളിസി ഹോൾഡേഴ്സ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 96 പേർക്കേ കൊടുത്തിട്ടുള്ളൂ, 4 പേർക്ക് അവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീക്കാണ്. 98-99% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു ഫിനാൻഷ്യൽ കോച്ച് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം തന്നെയാണ്. നമ്മളൊരു ബ്ലണ്ടറിൽ പോയി ചാടുന്നതിനേക്കാൾ നല്ലത് പ്രിക്കോഷനിലേക്ക് പോവുക. അതിന് നമ്മളെ വിരൽ പിടിച്ച് നമ്മളുടെ കൂടെ നടത്താൻ കഴിവുള്ള, നോളജുള്ള, കേപ്പബിളായിട്ടുള്ള ഒത്തിരി പേര് കേരളത്തിലുണ്ട്. വി ആൾസോ ഡു സച്ച് എ സർവീസ്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ നിങ്ങൾ സീക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ NRIs അങ്ങനെ ഒരു സർവീസ് ആവശ്യം തന്നെയാണ്. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കണ്ടെത്തുക. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ്. മേക്കിംഗ് മണി ഈസ് ആൻ ആക്ഷൻ, കീപ്പിംഗ് മണി ഈസ് എ ഹാബിറ്റ്, ആൻഡ് ഗ്രോയിങ് മണി ഈസ് നോളജ്. ഈ നോളജാണ് ഒരു NRI സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെട്ട് 10, 20, 25 വർഷങ്ങൾ നമ്മൾ പുറത്തു പോയിട്ട് വേലയെടുത്തിട്ട് പണമുണ്ടാക്കിയിട്ട് ആ മൂന്നാമത്തെ കാര്യം ഗ്രോയിങ് മണി ഈസ് എ നോളജ്. ആ നോളജ് നമ്മൾക്കില്ല എങ്കിൽ നോളജ് എല്ലാ ആൾക്കാരെ ഹയർ ചെയ്യുക. നമ്മളുടെ ഫിനാൻസിൻ്റെ മസിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. നമ്മളുടെ ഫിനാൻസിനെ പണത്തിൽ നിന്നും വെൽത്തിലേക്ക് നമ്മൾക്ക് ബിൽഡ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ പുതുക്കാനോ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.